ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 113 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ പറയുന്നു, അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി വസിക്കുമാറാക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 1 അധ്യായത്തിൽ നമുക്ക് ഹന്നയെ കുറിച്ച് കാണാൻ കഴിയും. 1:5 പറയുന്നു, യഹോവ ഹന്നയുടെ ഗർഭത്തെ അടച്ചിരുന്നു. എന്നാൽ ആ അധ്യായം തീരുന്നതിന് മുമ്പായി 1:19 കാണുന്നു, ദൈവം ഹന്നായെ ഓർത്തു. നമ്മുടെ ദൈവം തുറന്നു കഴിഞ്ഞാൽ അതിനെ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. ദൈവം ഒരു കാര്യം അടച്ചോ അതിനെ ആർക്കും തുറക്കുവാനും കഴിയുകയില്ല. 1:19 വരുമ്പോൾ യഹോവ ഹന്നയെ ഓർത്തു. ഹന്നയെ ഓർത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തലമുറയ്ക്ക് ജന്മം നൽകാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കൂടി കടന്നു പോയാലും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കണം. അപ്പോൾ ദൈവം നമ്മെ ഓർക്കും. നമ്മെ ഓർക്കുന്ന ഒരു ദൈവം, ഹന്നായെ ഓർത്ത ഒരു ദൈവം. ഹന്നായെ ഓർത്തു കഴിഞ്ഞപ്പോൾ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഏലിയുടെ കാലത്ത് ദൈവവചനം ദുർലഭമായിരുന്നു. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആലയത്തിൻ്റെ ആ തീ കെടാതെ പോകുവാൻ വേണ്ടി ഒരു വ്യക്തിയെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കുവാൻ ഉദ്ദേശമുണ്ട്. അത് ഹന്ന ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. എനിക്കൊരു പുരുഷ പ്രജ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആ കുഞ്ഞിനെ ദൈവത്തിനു വേണ്ടി അവൾ നേർന്നു. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചിട്ടാണ് ദൈവം ഹന്നായ്ക്ക് തലമുറയെ കൊടുത്തത്. ദാൻ മുതൽ ബെർഷേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനെ ശമൂവേലിൽ 3 സ്ഥാനങ്ങളാണ് വഹിച്ചിരുന്നത്. പ്രവാചകൻ, ന്യായപാലനം ചെയ്യുന്ന വ്യക്തി, പുരോഹിതൻ. ഈ 3 സ്ഥാനങ്ങൾ വഹിച്ച ഏക വ്യക്തിയാണ് ശമൂവേല്. അപ്പോൾ ദാൻ മുതൽ ബെർഷേബ വരെ അറിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകന് ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ഹന്നായെയാണ്. അവളിലൂടെയാണ് ഹന്നായിൽ നമ്മൾ ഇപ്പോഴും ഹന്നായെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വിടുതലാണെന്ന് ചിന്തിച്ച് നോക്കണം. അതുപോലെ നാമും എന്ത് ചെയ്യണം? നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കണം. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നാം തിരിച്ചറിയണം. ആ ഹിതത്തിനു വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ആ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടും. അതുകൊണ്ടാണ് 113 സങ്കീർത്തനത്തിൽ കാണുന്നു, അവൻ മച്ചിയായവളെ മക്കളുടെ അമ്മയായി വസിക്കുമാറാക്കുന്നു. 1 ശമൂവേലിൻ്റെ 2 അധ്യായത്തിലും അവൾ പറയുന്നുണ്ട്, തലമുറയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ പറയാണ്, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു. അതിൻ്റെ 3 വാക്യം, ഡംഭിച്ച് നീ സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവർത്തികളെ തൂക്കി നോക്കുന്നു. അപ്പോൾ നമുക്ക് പ്രശംസിപ്പാൻ ക്രൂശിലല്ലാതെ ഒന്നുമില്ല. നമുക്ക് ഡംഭിച്ച് സംസാരിക്കുവാനോ കൊമ്പുയർത്തുവാനോ നിഗളിക്കുവാനോ, നിഗളികളെ ദൈവം താഴ്ത്തുകളയുമെന്ന് ദൈവവചനമാണ്. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. നാം ദൈവസന്നിധിയിൽ താഴ്മ ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ആ നല്ല കുശവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, അവന് മനസ്സിലുള്ള പ്ലാൻ പോലെ നമ്മെ മെനഞ്ഞെടുത്ത് ഒരു നല്ല മാനപാത്രമായി ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. ശമൂവേല് പേരുകേട്ട ഒരു പ്രവാചകനായി ഹന്നായുടെ പേര് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. നാം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഈ നാളുകളിൽ എത്രയധികമായി പ്രാർത്ഥിക്കണം. ഈ വഷളത്വം നിറഞ്ഞ ലോകത്ത്, അനേകർ തെറ്റിപ്പോകുന്ന സ്ഥാനത്ത് നാം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ട അനുഭവങ്ങളാണ്. നാം ഓരോ ദിവസവും കാണുന്നത് എന്താണ്? അനേക തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നു. അനേക കുഞ്ഞുങ്ങൾ മരണം വഴിയായി മാറ്റപ്പെടുന്നു. ലോകത്തിൻ്റെതായ ലഹരിയിലും ഒക്കെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ, അന്ത്യകാലഘട്ടമാണിത്. ഈ സമയങ്ങളിൽ നാം എന്ത് ചെയ്യണം? നാം ഏറെ പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഏറെ നാം കണ്ണീരൊഴുക്കണം. നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നാം കണ്ണുനീരൊഴുക്കുന്നുവെങ്കിൽ, നാം എവിടെ തകർക്കപ്പെടുന്നുവോ അവിടെ നമ്മെ പണിയുന്ന ഒരു ദൈവം, നമ്മുടെ തലമുറയെ അവൻ മടക്കിക്കൊണ്ടുവരുന്ന ദൈവമാ. അവരെ മാനിപ്പാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.